ഹായ് ഡിയേഴ്സ്, നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: ചെറുതായി കട്ട് ചെയ്ത ആപ്പിൾ, ചെറി, പ്ലംസ്, ചെറുതായി കട്ട് ചെയ്ത മാങ്ങ, കോൺഫ്ലെക്സ്, അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പോംഗ്രാനൈറ്റ്, ചെറുതായി കട്ട് ചെയ്ത ഏത്തപ്പഴം, കുതിർത്തെടുത്ത കസ്കസ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി. ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് മാങ്ങ തട്ടിയിടാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും ചേർക്കാം കേട്ടോ. പോംഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കുക. പീസാക്കിയ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. പീസാക്കിയ ആപ്പിൾ ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത പ്ലംസ് ഇട്ട് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത ചെറി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇടുന്നതിനേക്കാൾ നല്ലത് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് കേട്ടോ. ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ചെറിയ ബൗളിനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടി കസ്റ്റാർഡ് ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഐസ്ക്രീം ചേർക്കാം. എന്നിട്ട് കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത കുറച്ച് സാലഡ് കുറച്ച് കോരി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടാം. കുറച്ച് കോൺഫ്ലെക്സ് ഇടാം. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് രണ്ടും ചെറിയൊക്കെ എടുത്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി.